കൂട്ടുകാരെ, എല്ലാവർക്കും കല്ലുവെച്ച് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ കൊറോണ കാരണം കൂട്ടുകാരെയും സാറുമാരെയും ക്ലാസ്സൊന്നും ഒക്കെ നമുക്ക് മിസ്സായല്ലോ. പക്ഷെ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ കൊറോണയെ തോൽപ്പിക്കും. നമ്മൾ പഠിച്ച മിക്കരാവും. കല്ലുവെച്ച് യൂട്യൂബ് ചാനലുണ്ടല്ലോ, നമ്മൾ ചെയ്യും. എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കല്ലുവെച്ച് യൂട്യൂബ് ചാനൽ കാണും. ലൈക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നീ പോകുമ്പോളെ ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു. നമുക്ക് +2 ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ലെസൺസ് ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസണിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും ടെക്സ്റ്റൊക്കെ കിട്ടി കാണുമല്ലോ. ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സമഗ്ര എന്ന ആപ്പിലുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നോക്കുക. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്താണ്? ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്താണ്? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ആ ഫസ്റ്റ് യൂണിറ്റിൽ 4 ലെസൺസ് ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ. ദ 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റ്യൻ ലെഗാദ്. ദ 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റ്യൻ ലെഗാദ്. നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ഈ സ്പീച്ച് നമ്മൾ ഒരു പരിചയപ്പെടുത്തുകയും പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ദ 3 L's ഓഫ് എംപവർമെന്റ്. ഇത് ക്രിസ്റ്റ്യൻ ലെഗാഡയുടെ ഒരു സ്പീച്ചാണ്. 2014 May 19 വാഷിംഗ്ടൺ DC നടത്തിയൊരു പ്രസംഗമാണ് ഈ 3 L's ഓഫ് എംപവർമെന്റ്. നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത് എനി വുമൺ, കാതറിൻ ടിനാൻ. ഒരു പോയമാണ്. ആദ്യത്തെ ഒരു സ്പീച്ചായിരുന്നു. സെക്കൻഡ് വൺ എനി വുമൺ എന്നുള്ളത് കാതറിൻ ടിനാന്റെ ഒരു പോയമാണ്. മൂന്നാമത്തെ മാച്ച് ബോക്സ് ബൈ ആശ പൂർണ്ണദേവി. ബംഗാളി റൈറ്ററായ നമ്മുടെ ജ്ഞാൻപീഠ അവാർഡൊക്കെ കിട്ടിയ എഴുത്തുകാരിയാണ് ആശ പൂർണ്ണദേവി. അവരുടെ ഒരു വളരെ നമ്മുടെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് മാച്ച് ബോക്സ്. അടുത്തത് ഒരു അനക്ഡോട്ടാണ്. അനക്ഡോട്ട് എന്ന് വെച്ചാൽ അറിയാലോ, അനുഭവകഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സുധാമൂർത്തി എന്ന് പറഞ്ഞൊരു കോളേജ് ലെക്ചറൊക്കെയാണ്, എഴുത്തുകാരിയാണ്. സുധാമൂർത്തിയുടെ ഒരു അനക്ഡോട്ടാണ് ഹൊറിഗല്ലു എന്നുള്ളത്. ഈ ഹൊറിഗല്ലു എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷ് വേർഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു കന്നഡ വേർഡാണ്. ഇതിന്റെ മീനിങ് നമുക്ക് വേണമെങ്കിൽ പറയാം സ്റ്റോൺ ബെഞ്ച് എന്ന് പറയാം. കല്ലുകൊണ്ടുള്ള ഒരു ബെഞ്ച്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ടാണ് ചുമട് താങ്ങി എന്ന് പറയും. ചുമട് നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയുള്ള ഈ അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പൊ അതേപോലെ ഉള്ള ഒരു സംഭവമാണ് ഹൊറിഗല്ലു എന്നുള്ളത്. മറന്നു പോകരുത്. സുധാമൂർത്തിയുടെ ഹൊറിഗല്ലു ഇതൊരു അനക്ഡോട്ടാണ്. അപ്പൊ ഫസ്റ്റ് വൺ ഒരു സ്പീച്ച്, സെക്കൻഡ് വൺ പോയം, തേർഡ് വൺ സ്റ്റോറി, ഫോർത്ത് വൺ ഒരു അനക്ഡോട്ട്. മറന്നു പോകരുത്, കേട്ടല്ലോ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ 3 L's ഓഫ് എംപവർമെന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ യൂണിറ്റില് ഈ 4 യൂണിറ്റിന്റെ 4 ലെസന്റെ പ്രത്യേകത നോക്കിയാൽ ഇത് 4 ഫസ്റ്റ് സ്പീച്ച് ആണെങ്കിൽ ലേഡിയാണ്, സെക്കൻഡ് പോയമാണെങ്കിൽ കാതറിൻ ടിനാൻ എന്ന് പറഞ്ഞൊരു ലേഡിയാണ്, തേർഡും ഫോർത്തും എല്ലാം എന്താണ് ലേഡി റൈറ്റേഴ്സ് ആണ്, സ്ത്രീകളാണ് ഇതിന്റെ ഓതേഴ്സ്. അപ്പൊ ഇതിലൂടെ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളും ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ വിമൻ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ ദ റോൾ ഓഫ് എ വുമൺ ഇൻ അവർ സൊസൈറ്റി ആൻഡ് ഫാമിലി. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും ഒരു സ്ത്രീയുടെ റോൾ എന്താ, അതൊരു പ്രധാനപ്പെട്ട സംഭവം. അവർ എത്രത്തോളം പങ്കുവഹിക്കുന്നു ഒരു കുടുംബത്തിന്റെ വളർച്ചയിൽ, സമൂഹത്തിന്റെ വളർച്ചയിൽ, ഒരു വ്യക്തിയുടെ വളർച്ചയിൽ ഒരു സ്ത്രീ എത്രത്തോളം പങ്കുവഹിക്കുന്നു. അടുത്തത് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ. ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തില്, വീട്ടില് ഒക്കെ നമ്മൾ നോക്കിയാൽ മതി. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണം, സ്ട്രെങ്തനിങ്. അത് എംപവർമെന്റ് മീൻസ് സ്ട്രെങ്തനിങ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം എന്ത്? ഹൗ ക്യാൻ ദേ ബി എംപവേർഡ്?
അവരെ എങ്ങനെ നമുക്ക് എംപവർ ചെയ്യാം. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഓരോ കഥയിലൂടെയും സ്പീച്ചിലൂടെയും പോയറ്റിലൂടെയും ഒക്കെ നമ്മൾ പറയുന്നത് ഈ 4 കാര്യങ്ങളാണ്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ എംപവർമെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീ ശാക്തീകരണം നമ്മുടെ കേരളം ഇന്ത്യയൊക്കെ നമ്മൾ എന്താണ് മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ വിമൻ എംപവർമെന്റിൽ. നമ്മുടെ കേരളം അതിലൊക്കെ ഒത്തിരി മുന്നിലാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഒത്തിരി വിജയങ്ങൾ നേടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ജനങ്ങൾ, ഇത് ഇന്ത്യയിലെയോ കേരളത്തിലെയോ മാത്രമുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചൊന്നുമല്ല, ഇത് ഗ്ലോബലി നമ്മുടെ ലോകത്ത് മൊത്തത്തിലുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത മനസ്സിലാക്കി വേണം നമ്മൾ ഇതിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഫസ്റ്റ് ലെസണിലേക്ക് നമുക്ക് കിടക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ദ 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റീൻ ലെഗാർഡ്. അപ്പൊ നമ്മൾ ആദ്യം ഓതറെ കുറിച്ച് മനസ്സിലാക്കുക. പേജ് നമ്പർ 10 എടുക്കുക. ആ 10ൽ നമ്മുടെ ക്രിസ്റ്റീൻ ലെഗാർഡിനെ കുറിച്ച് ഒരു ചെറിയ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരാരാണ്? അതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഷീ വാസ് ബോൺ ഇൻ പാരീസ്. പാരീസുകാരിയാണ്. നമ്മുടെ ഫ്രാൻസിന്റെ ക്യാപിറ്റൽ സിറ്റിയെ പാരീസിലാണ് ജനിച്ചത്. അവര് ഫ്രാൻസിന്റെ ആദ്യ വനിതാ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. പിന്നീടോ അതിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് G8 എക്കണോമി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ IMFന്റെ ഹെഡാണ്. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, നമ്മുടെ ലോക രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായിട്ട് വായ്പ നൽകുന്ന ഒരു സംഘടനയാണ്, സഹായങ്ങളൊക്കെ ചെയ്യുന്ന സംഘടനയാണ്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട്. അപ്പോൾ അതിന്റെ ഹെഡാണ് ഇപ്പോഴ്. ഇവര് ഈ വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു റോള് ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ അവരുടെ ഈ വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചെക്ക് ചെയ്താൽ മതി. ഇവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ നമുക്ക് ക്രിസ്റ്റീൻ ലെഗാർഡിനെ കുറിച്ച് പറയാം. അപ്പൊ ക്രിസ്റ്റീൻ ലെഗാർഡ് പാരീസുകാരിയാണ്. അപ്പൊ ഇവര് 2014 നടത്തിയൊരു പ്രസംഗമാണ്. 2014 എവിടെയാണ്? May 19 വാഷിംഗ്ടൺ DC നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെ ടെക്സ്റ്റ് അത് കിടപ്പുണ്ട്. നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടില് 2014 May 19 നടത്തിയൊരു സ്പീച്ചാണ്. ആ സ്പീച്ച് അതേപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ സ്പീച്ചിൽ ഇപ്പൊ ഇവര് പറയുന്നത്, she says there are 3 L's are needed. 3 L's, 3 L'കൾ ആവശ്യമാണ്. എന്താണ്? വിമൻ എംപവർമെന്റ്. വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. വുമൺ ആൻഡ് വിമൻ. വുമൺ എന്ന് വെച്ചാൽ സ്ത്രീ, വിമൻ എന്ന് വെച്ചാൽ സ്ത്രീകൾ. സ്ത്രീ ശാക്തീകരണത്തിന് എന്താണ് വേണ്ട? 3 L'കൾ. ഫസ്റ്റ് L മീൻസ് ലേണിംഗ്. സെക്കൻഡ് L ലേബർ. തേർഡ് L ലീഡർഷിപ്പ്. നിങ്ങൾക്കറിയാം, പണ്ടുപോലെ നമ്മൾ പഠിച്ചുണ്ട്, ഏതൊരു മാറ്റത്തിന്റെയും അടിസ്ഥാനം, എന്തിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ലേണിംഗ് മീൻസ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ലേബർ എന്ന് വെച്ചാൽ എന്താണ്? ജോബ്, തൊഴിൽ. അപ്പം വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനമാണ്. ആദ്യം നമുക്ക് ഏതൊരു ഇടത്താണെങ്കിലും, ആണിനായാലും സ്ത്രീക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു മാറ്റത്തിന് ആദ്യം വേണ്ടത് എഡ്യൂക്കേഷൻ ആണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ചില എഡ്യൂക്കേഷൻ കുറവുള്ളവർ അതിഭയങ്കര ഉയരങ്ങളിലെത്തിയിട്ടുണ്ട്. അത് അവരുടെ ആ കാലിബർ കൊണ്ടാണ്, ഒരു മനക്കരുത്തോ ഒരു വിൽപ്പവറും ഒക്കെ കൊണ്ടാണ്. അത് വേറെ തരം. എങ്കിലും ലേണിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ലേബർ, തൊഴില്. അടുത്ത ലീഡർഷിപ്പ്, നേതൃത്വ പാഠങ്ങൾ. നമ്മുടെ ഒരു കുടുംബത്തെ നയിക്കുന്ന പോലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നമ്മുടെ നാട്ടില് ഒരു 40% കുടുംബങ്ങൾ, 40% കുടുംബങ്ങൾ എന്താണ്? ഒറ്റയ്ക്ക് സ്ത്രീകൾ ലീഡ് ചെയ്യുന്നുണ്ട്, പുരുഷന്റെ ഒന്നും സഹായമില്ല. അപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു സ്ഥാപനമാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എന്താണ് ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആൾക്കാരെ നയിക്കുക, അല്ലെങ്കിൽ ഒരു സംരംഭത്തിന് ഉറപ്പുവയ്ക്കുക. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ട. അപ്പൊ ഈ 3 ക്വാളിറ്റികൾ ഉണ്ടെങ്കിൽ, ഈ എൽസ് ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും സ്ത്രീകൾ എംപവേർഡ് ആകും എന്ന് നമ്മളെ ഈ ലോകത്തുള്ള എല്ലാവരിലും ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്പീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരിടത്തേക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരു പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, മൊത്തത്തിലുള്ള ലോകത്തുള്ള എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പേജ് നമ്പർ 9 എടുക്കുക. ആ 9th പേജിൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുകയും അതിൽ കൊടുത്തേക്ക് നോക്കുകയും. എമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിമൻ ഈസ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി. നോക്കണം,
നമ്മുടെ ഏതൊരു സമൂഹത്തിലും ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ്, ഏറ്റവും നല്ല പ്രാധാന്യം, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് എമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിമൻ. എന്നുവെച്ചാൽ എമാൻസിപ്പേഷൻ, ലിബറേഷൻ, വിമോചനം, സ്ത്രീ വിമോചനവും, ആൻഡ് എംപവർമെന്റ്. എംപവർമെന്റ് എന്ന് വെച്ചതാണ് സ്ട്രെങ്തനിങ്, ശാക്തീകരണം എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണവും സ്ത്രീ വിമോചനവും ഏതൊരു സമൂഹത്തിലും ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മുടെ രാജ്യത്ത് ഇൻ അവർ കൺട്രി വി ഹാവ് അച്ചീവ് പാർഷ്യൽ സക്സസ്. നമ്മൾ പൂർണ്ണമായ ഒരു വിജയം നേടിയിട്ടില്ല. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ, എമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വിമൻ എന്ന കാര്യത്തിൽ നമ്മൾ എന്താണ് പാർഷ്യൽ സക്സസ് ആണ്, പൂർണ്ണമായല്ല ഭാഗ്യമായ വിജയങ്ങൾ നമ്മൾ നേടിയിട്ടുള്ളത്. ബട്ട് വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പോകേണ്ടതുണ്ട്, ഒത്തിരി മുന്നോട്ട് പോകേണ്ട, ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയരാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടോ വാട്ട് ഷുഡ് ബി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? ഇതൊരു വലിയ ഗോൾ, ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം നേടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? വാട്ട് ഷുഡ് ബി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ടോ ഇറ്റ് ഈസ് എ സ്പീച്ച് ഓൺ ദ റിക്വിസിറ്റ്സ് ഓഫ് വിമൻ എംപവർമെന്റ്. നമ്മുടെ ഈ സ്പീച്ചിലൂടെ വിമൻ എംപവർമെന്റിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു ബോധവൽക്കരണം നടത്തുന്ന ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ള. ക്രിസ്റ്റ്യൻ ലെഗാർഡ് ഓതറിന്റെ പേരും മറന്നുപോയത്, ടൈറ്റിൽ നമ്മുടെ ആ ഫസ്റ്റ് ലെസന്റെ പേരും മറന്നുപോയത്. അതിന്റെ ടൈറ്റിൽ ദ 3 L's ഓഫ് എംപവർമെന്റ്. എന്നിട്ട് 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ആണ്, മറന്നുപോകരുത്. അതേപോലെ തന്നെ ക്രിസ്റ്റ്യൻ ലെഗാർഡ്, പാരീസുകാരിയായ ക്രിസ്റ്റ്യൻ ലെഗാർഡെ കുറിച്ചും നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ ഒരു സ്പീച്ച് ആണല്ലോ. അപ്പൊ അതിനെ ഒരു ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇവര് അഡ്രസ് ചെയ്യുന്ന രീതി, അപ്പോൾ നമുക്ക് ഓരോരുത്തരും പ്രസംഗിക്കുന്ന ശൈലി അനുസരിച്ച് ഓരോ രീതിയിലാണ്, അല്ലെങ്കിൽ ആ സദസ്സിന്റെ പ്രത്യേകതയൊക്കെ അനുസരിച്ചായിരിക്കും ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയാൽ, നമ്മുടെ ലെസന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയോ. ഗുഡ് ആഫ്റ്റർനൂൺ, ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. കണ്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ്. എന്താ കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് വെച്ചാൽ ദ പീപ്പിൾ ഹു തിങ്ക് എലൈക്ക്, സമാന ചിന്താഗതിക്കാർ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സമാന ചിന്താഗതിക്കാരെ ആൾക്കാരോടും ഇവരെ പോലെ ചിന്തിക്കുന്ന, എന്നുവെച്ചാൽ ഈ ചില കാര്യങ്ങളിൽ എപ്പോഴും ഇവരെ പോലെ എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ ഇവരെ പോലെ ചിന്തിക്കുന്ന ഒരു പറ്റ ആൾക്കാരും അവരുടെ സുഹൃത്തുക്കളോടും ഒക്കെ നിൽക്കാൻ പറ്റിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, അവർ അഡ്രസ് ചെയ്തുകൊണ്ടാണ് അവർ പ്രസംഗം തുടങ്ങുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ പറയുന്ന കാര്യം നോക്കിയേ, അന്ന് വായിച്ചു നോക്കാം. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന, വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാൻ വായിക്കാം. The 21st century poses many challenges that require new ways of thinking. None more important than the economic role of women in a rapidly changing world. But women today remain blocked from contributing their true potential. This has a huge cost. In some countries, per capita income lacks significantly because women are denied equal opportunity. They represent half the world's population but contribute far less than 50% of economic activity. What is needed to change this picture is a concerted effort to open the door to opportunity, what I call the 3 L's of women's empowerment, learning, labor and leadership. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത്. നമ്മുടെ സമൂഹം നമുക്കെന്താണ് ഈ 21st, നമ്മൾ താമസിക്കുന്ന 21st സെഞ്ചുറിയിലാണ്. ഈ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. നമുക്കറിയാം നമ്മുടെ ചലഞ്ചസ് എന്തൊക്കെയാണ്. എന്താണ് ഓവർ പോപ്പുലേഷൻ ഒരു ചലഞ്ചാണ്, ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ ഇത് നമ്മളെന്താണ് ഇത് ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഇത് കൂടുതൽ ഒത്തിരി ചലഞ്ചസ് നമുക്ക് നേരിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിന് പേസ് ചെയ്യണം. ഇപ്പോൾ തന്നെ നമ്മളെന്താണ് ഏറ്റവും വലിയൊരു ചലഞ്ചിനെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൊറോണ. നമ്മളെന്താണ് വലിയ ലോകത്തിന്റെ, നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഏതെങ്കിലും രാജ്യങ്ങളിലോ 1-2 രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രമുള്ള പ്രശ്നമാണ്. ഇത് ഗ്ലോബലി ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിന് വലിയ ചലഞ്ചാണ്. അപ്പോൾ ഇതേപോലെ പലതരത്തിലുള്ള ചലഞ്ചസിനെ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പം നമ്മുടെ പല ചലഞ്ചസിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വിഷയമാണ് എക്കണോമിക് റോൾ ഓഫ് എ വിമൻ. നമ്മുടെ ലോകം റാപ്പിഡ്ലി ചേഞ്ചിങ്. റാപ്പിഡ്ലി മീൻസ് ക്വിക്ലി ചേഞ്ച്. നമ്മുടെ ലോകം ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക. ഈ ലോകത്ത് സ്ത്രീകളുടെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ അത് നമ്മൾ ഉറപ്പുവരുത്തണം. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ റോൾ ഓഫ് വിമൻ
ഈ സ്ത്രീകളുടെ ഈ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇല്ലാതാകുന്നു. കാര്യം എന്താണ്? അവർ വളരെ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്, കഴിവുള്ളവരാണ്. പലപ്പോഴും എന്ത് ചെയ്ത് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഡിനേ ചെയ്യപ്പെടുന്നു. എന്താണ്? അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അത് അവസരങ്ങൾ നിഷേധിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി ഡിനേ ചെയ്യുന്നത് അതെന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇത് വായിക്കുമ്പോൾ പിടികിട്ടും. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? 21st century poses many challenges that require new ways of thinking. നമ്മൾ 21ാം നൂറ്റാണ്ടിൽ പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. അത് നമ്മളെ പലതരത്തിലുള്ള ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ വഴിയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. And more important than the economic role of women in a rapidly changing world. But women today remain blocked from contributing their true potential. അവർക്ക് സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഒരേ കഴിവുകളല്ല. സ്ത്രീകൾ അവരിൽ എന്താണ്? നല്ല പെയിൻറ്റേഴ്സ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സയൻറ്റിസ്റ്റ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കഴിവുകളുണ്ട്, പൊട്ടൻഷ്യലുണ്ട്. പക്ഷെ അവരെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു പല സെന്റിമെന്റ്സുമാണ്. ചിലപ്പോൾ ഫാമിലി, ഓൾഡ് പേരൻസ്, കുട്ടികൾ, ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് അവരെ വീട്ടിൽ തളച്ചിടുന്നു. അല്ലെങ്കിൽ ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. എന്താണ്? സ്ത്രീ പുരുഷ വ്യത്യാസം. സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെക്കാൾ ഇൻഫീരിയർ ആണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായത് കൂടുതൽ. അത് ഇപ്പോഴും ഉണ്ട്, മാറ്റമൊന്നുമില്ല. എങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരു പ്രധാന ഘടകമാണ്. അടുത്ത പറയുന്ന നോക്കിയേ, ഇതൊരു വലിയ നഷ്ടമാണ്. സ്ത്രീകളുടെ ആ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഇല്ലാതാക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ നോക്കിയാൽ സ്ത്രീകൾ, നമ്മുടെ വീടുകളിലെ മിക്ക സ്ത്രീകൾ എന്താണ്? അവർ പല രീതിയിൽ കഴിവുള്ളവരായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ പോകാത്തതിന് കാരണം എന്താണ്? അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എങ്കിലും പല കാരണങ്ങളോട് നമ്മൾ അവരെ തടഞ്ഞു വെക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് ഇതൊരു വലിയ നഷ്ടമാണ്. എന്താണ് പറയുന്നുണ്ട്? ദിസ് ഹാസ് എ ഹ്യൂജ് കോസ് ഇൻ സം കൺട്രീസ് ദ പെർ ക്യാപിറ്റ ഇൻകം ലാക്ക് സിഗ്നിഫിക്കന്റ്ലി ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഈ പുരുഷന് കിട്ടുന്ന അത്രത്തോളം അവസരങ്ങളും അല്ലെങ്കിൽ ആ പ്രാധാന്യവും സ്ത്രീകൾക്ക് പല രാജ്യങ്ങളിലും കിട്ടുന്നില്ല. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? പല രാജ്യങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയും. അപ്പൊ അവള് ഓരോ രാജ്യങ്ങളുടെയും പ്രതിശീർഷ വരുമാനം എന്താണ് താഴ്ന്നു പോകാൻ കാരണം സ്ത്രീകളുടെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതുകൊണ്ട് അവരുടെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ കുറവുണ്ടാണെന്ന് ക്രിസ്ത്യൻ ലേഖകരെ അവരുടെ സ്പീച്ചിൽ പറയുന്നുണ്ട്. അടുത്ത പറയുന്ന നോക്കിയേ, നമ്മുടെ ലോകത്തിന്റെ ജനസംഖ്യയുടെ അവിടെ പറയുന്നത് എന്താണ്? They represent half the world population but contribute far less than 50% of economic activity. ലോക ജനസംഖ്യയുടെ പകുതിയും സ്ത്രീകളാണ്. ആ പകുതി പേര് പോലും അവരുടെ എക്കണോമിക് ആക്ടിവിറ്റി ഏതെങ്കിലുമൊക്കെ തൊഴിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി വായിക്കുമ്പോൾ പിടികിട്ടും. എന്തുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടില്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. അപ്പൊ ഇവര് പറയാം ഇത് ഒരു വലിയ മാറ്റം ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഇതൊരു മാറ്റം വേണം. സ്ത്രീകളെ അവരുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ടോ അവരുടെ ഒരു പുരുഷന് കിട്ടുന്ന എല്ലാ പദവിയും അല്ലെങ്കിൽ ആ പ്രാധാന്യവും സമൂഹത്തിലും വീട്ടിലും എല്ലാം കിട്ടണം. അതിനൊരു വലിയ ഒരു കൺസെപ്റ്റഡ് എഫേർട്ടാണ്. എന്താണ്? നമ്മുടെ മ്യൂച്വലി പ്ലാൻ, നമുക്ക് പരസ്പര ധാരണയോടുകൂടി എല്ലാവരും ചേർന്നുള്ള ഒരു ഒരു പ്ലാനിങ്ങോടുകൂടിയേ ഇത് മാറ്റം ഉണ്ടാകത്തുള്ളൂ. അത് വേണമെങ്കിൽ, ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ അവർ പറയുന്നത് 3 L's വേണം. 3 L's: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് പാരഗ്രാഫ് തീർന്നോക്കെ. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women empowerment. അപ്പൊ ഈ ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ മ്യൂച്വലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഫോർട്ട് വേണം. ആ എഫോർട്ടിന് അവർ പറയുന്നത്, അതിനെ വിളിക്കുന്നവർ എന്താണ്? 3 L's of empowerment, വിമൻ എംപവർമെന്റ്. അത് ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പം ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതിൻ്റെ നോട്ട്സ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, താങ്ക് യു.